കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് കാലം അടുത്തു വരുമ്പോൾ സംസ്ഥാന രാഷ്ട്രീയം ചൂടുപിടിച്ച ചർച്ചകൾക്കും അപ്രതീക്ഷിത നീക്കങ്ങൾക്കും സാക്ഷ്യം വഹിക്കുകയാണ്. മുതിർന്ന കോൺഗ്രസ് നേതാവ് ശശി തരൂരിന്റെ പ്രസ്താവനകൾ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയപ്പോൾ മറുവശത്ത് BJP തദ്ദേശ തിരഞ്ഞെടുപ്പിനായുള്ള സ്ഥാനാർത്ഥി നിർണയം ശക്തമാക്കുകയും ദേവസ്വം ബോർഡ് വിഷയത്തിൽ സർക്കാർ ശ്രദ്ധേയമായ ഭരണപരിഷ്കാരം കൊണ്ടുവരികയും ചെയ്തു. ഡൽഹിയിലെ വായു മലിനീകരണ വിഷയത്തിൽ തരൂർ നടത്തിയ ഇടപെടലും വന്ദേ ഭാരത് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ഗണഗീത വിവാദവും മറ്റു പ്രധാന സംഭവങ്ങളായി. മുതിർന്ന BJP നേതാവ് LK അദ്വാനിയുടെ 98ാം ജന്മദിനത്തിൽ അദ്ദേഹത്തിന് ആശംസകൾ നേർന്ന് ശശി തരൂർ MP നടത്തിയ പ്രസ്താവനകളാണ് കോൺഗ്രസിനുള്ളിലെ ഏറ്റവും പുതിയ വിവാദത്തിന് തിരികൊളുത്തിയത്. പൊതുസേവനത്തിൽ അദ്ദേഹത്തിന്റെ ഇളകാത്ത പ്രതിബദ്ധത, എളിമ, മാന്യത എന്നിവ മായ്ച്ചു കളയാനാവില്ലെന്നും ആധുനിക ഇന്ത്യയുടെ ഗതി നിർണ്ണയിക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് നിർണായകമാണെന്നും തരൂർ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. രാമജന്മഭൂമി പ്രസ്ഥാനത്തിലൂടെ BJPയെ ദേശീയ രാഷ്ട്രീയ ശക്തിയായി വളർത്തിയെടുക്കുന്നതിൽ അദ്വാനി വഹിച്ച പങ്ക് ചരിത്രപരമാണ്. എന്നിരുന്നാലും 1992 ബാബറി മസ്ജിദ് തകർച്ചയിലേക്ക് നയിച്ച പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് അദ്വാനിയായിരുന്നു എന്നത് രാഷ്ട്രീയമായി അതീവ ഗൗരവമുള്ള വിഷയമാണ്. ഈ പ്രസ്താവന കോൺഗ്രസ് പ്രവർത്തകരടക്കം കടുത്ത വിമർശനങ്ങളുമായി രംഗത്തെത്താൻ കാരണമായി. ഇതിനോടുള്ള തരൂരിന്റെ പ്രതികരണമാണ് വിവാദത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചത്. ചൈനയുമായുള്ള യുദ്ധപരാജയത്തിന്റെ പേരിൽ ജവഹർലാൽ നെഹ്റുവിന്റെയും അടിയന്തരാവസ്ഥയുടെ പേരിൽ ഇന്ദിരാഗാന്ധിയുടെയും സേവന സമഗ്രതയിൽ ആരും വിധി എഴുതാറില്ലെങ്കിൽ അതേ മര്യാദ അദ്വാനിയോടും കാണിക്കണമെന്നാണ് തരൂർ വാദിച്ചത്.